ചില പ്രേതദോഷങ്ങൾ ചില വ്യക്തികളുടെ ശരീരത്തിൽ കുടിയേറിക്കഴിഞ്ഞാൽ വളരെയധികം കഷ്ടങ്ങളും ദുരിതങ്ങളാണ് ഉണ്ടാക്കുക. അത് മിക്കവാറും ചിലവർക്ക് നല്ല സമയമല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട് വഴി. ഈശ്വരാധീനം ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ കാലബലം ഇല്ലാതിരിക്കുക, ശനിയുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ശക്തിയില്ലായ്മ, അതായത് സൂര്യദശകൾ മാറണനുസരിച്ച് മോശമായിട്ടുള്ള സമയങ്ങളാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അതേപോലെ തന്നെ ഏഴരശനി പോലുള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ വരെ ആ വ്യക്തിക്ക് ബാധിക്കാം. അപ്പം അദ്ദേഹത്തിന് ദോഷങ്ങളുണ്ടെങ്കിലോ അതിൻ്റെ ശക്തി ഭയങ്കരമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ചില പ്രേതദോഷങ്ങളൊക്കെ ഉള്ള ദിക്കിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു പെടാനുള്ള സാധ്യതയുണ്ട്. അതിനിപ്പോൾ സമയദോഷം കാണുന്നില്ല എങ്കിലും പ്രത്യേകം ഈശ്വരാനുഗ്രഹം ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് ഒക്കെ വന്നുപെടുക. അത് ഈ വ്യക്തികൾ മരണപ്പെട്ടുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ചിലവരൊക്കെ പുറത്തേക്ക് ചാടാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാകും. ആർക്കും ഈ ഇത്തിക്കണ്ണി പോലെ തന്നെ മറ്റുള്ളവരുടെ ശരീരത്തിൽ കൂടി ഇട്ടാവും അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കുക. ഇപ്പൊ ഭക്ഷണമായാലും മറ്റെന്തായാലും ആ വ്യക്തികൾ കൂടി അത് 3 തരത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് ചില ബാധകൾ കൂടിക്കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭോക്തൃകാമൻ ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയാം. അവർ കഴിക്കുന്ന ഭക്ഷണം അന്നം നീര് എന്തൊക്കെ കഴിക്കും. കൂടാതെ ആ വ്യക്തിയുടെ രക്തം തന്നെ കുടിക്കും. പ്രേതങ്ങൾ ഏത് വന്നാലും അത് തന്നെയാണ്. ചിലർ അത് ആ ആളുകളൊക്കെ ആയിട്ട് ശാരീരിക ബന്ധങ്ങൾ പുലർത്താനായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുക. അത് അവരെങ്ങനെ മാറ്റി നിർത്തിയാലും അതിലേക്ക് തന്നെ വരും. കാരണം ആ വ്യക്തിയും സ്വാഭാവികമായിട്ട് അതിന് അടിമപ്പെടുന്നൊരവസ്ഥയുണ്ടാകുക. അതേപോലെ തന്നെ ചിലത് വന്നു കഴിഞ്ഞാൽ ഏതൊരു കർമ്മിക്ക് പോലും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള ബാധകൾ വന്നു കഴിഞ്ഞാൽ കർമ്മികളെ തുടരുതെന്ന് പറയാം. കാരണം കാര്യമില്ല, തൊട്ടിട്ട് കാര്യമില്ല. ആ വ്യക്തിനും കൊണ്ടേ അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ നെഗറ്റീവ് ശക്തി വിട്ടു പോകുള്ളൂ. അതായത് ഇതിനെയും കൊന്നിട്ടുണ്ടാവും എന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു വന്നത്, അത്തരം ബാധകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അവസാനം പറഞ്ഞു വെച്ച പോലെ തന്നെ മരണത്തിലേക്ക് തന്നെ അദ്ദേഹത്തിന് പോകാനുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുക. കാരണം മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സുകളുണ്ട്, മനസ്ഥിതി, ആ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹം ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ മരിക്കണം അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് മാത്രമേ ഇയാളുടെ മനസ്സ് പോയിരിക്കും. അപ്പോഴേക്കിനും ഇദ്ദേഹം ശരിക്കും വീട്ടിൽ ഒറ്റപ്പെട്ട ഒരാളായിരിക്കണം. വീട്ടുകാരൊക്കെ ഇട്ട് വഴക്കുണ്ടാക്കുക, അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ വൈമനസ്സം കാണിക്കുക, ജോലിക്ക് പോവില്ല. അതായത് ആ വീട്ടിൽ നിന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കില്ല. അതേപോലെ തന്നെ ഗംഭീര തലവേദന, വയറുവേദന, പ്രത്യേകിച്ച് വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന പറയുന്ന അത്തരം സന്ദർഭങ്ങളിൽ, അതേപോലെ തന്നെ നെഞ്ചെരിച്ചിൽ, ഗ്യാസിൻ്റെ ഒക്കെ എന്ന് പറയാൻ അതല്ല കേട്ടാ ഉദ്ദേശിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ശരീരത്തിന് ഖനം തോന്നുന്നു, ശരീരത്തിന് അടികെട്ടിയമായിട്ടുള്ള വേദന, മറ്റുള്ള ആളുകളോടൊക്കെ ഭയങ്കര കയർത്ത് സംസാരിക്കുക ചില സമയങ്ങളിൽ. അപ്പം അത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ഒരു പെരുമാറ്റമോ സംസാര രീതിയോ ആകില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സംസാര രീതികൾ പെട്ടെന്ന് അത് ദേഷ്യപ്പെട്ട് എന്താ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നാഗവല്ലിയിൽ. ആ നാഗവല്ലി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ കാണിക്കുന്നത്. എന്താ അല്ലിക്ക് ആഭരണം വാങ്ങാൻ എന്താ വിടില്ലേ, എന്താ ആ കയറി സംസാരിക്കുന്ന പോലെ. അപ്പം അത് ഇത്തരം വ്യക്തികളിലേക്ക്, അതായത് ഇദ്ദേഹത്തിൽ കൂടി മറ്റുള്ള സംഗതികൾ വന്നു നിൽക്കുന്ന സമയത്തായിരിക്കാം. പക്ഷെ അത് ഇദ്ദേഹമാണ് പ്രതികരിക്കുക. മിക്കവാറും കേസുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അതൊക്കെ കുറച്ച് കഴിഞ്ഞ് എന്താ പറഞ്ഞേ, അല്ലെങ്കിൽ എന്താ ഉണ്ടായേ, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുക. അപ്പോൾ വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുക. അദ്ദേഹം മറ്റുള്ള എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതേപോലെ തന്നെ ദൈവത്തിന് പ്രാർത്ഥിക്കില്ല. എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓർക്കാനോ കഴിയില്ല. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ സംഗതികൾ മാറും. അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് പോവില്ല. അവർ മൊത്തം പകുതിയിൽ മുക്കാലും
പിശാചായിട്ട് തന്നെയാവും ഇരിക്കുക. അപ്പൊ അവർക്ക് ചൊവ്വയില് വെള്ളിയില് ഒന്നുമില്ല, അവര് വേറെ ഏതൊരു ലോകത്തായിരിക്കും. അതും വന്നങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത വരവിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കാത്തിരിക്കും. ഞാൻ പറഞ്ഞു, ഇത് ചില ബന്ധപ്പെടലുകൾ ഉണ്ടായിരിക്കും, ശാരീരികമായിട്ടുള്ളതായ അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. ആ പല ആളുകൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നോക്കാനൊക്കെ വരുമ്പോൾ പറയവര് അത്രയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട്, പക്ഷെ അതിനെ തടയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അദ്ദേഹം അല്ലെങ്കിൽ ആരാണ് വെച്ചാൽ ആ സാധനം ഉപയോഗിച്ച് പോകുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയും. ഭയങ്കര വേദനയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില ഞാൻ പറഞ്ഞു, ഇത്തരം ദിക്കുകളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ദിക്കുകളിൽ ഇപ്പൊ വെള്ളത്തിലായിരിക്കാം, മരത്തിന്റെ കൊമ്പിലായിരിക്കാം, വേറെ തീ കൊടുത്തിട്ടായിരിക്കാം, അപകടമായിരിക്കും, മറ്റേ ആക്സിഡന്റ് ഒക്കെ ആയിരിക്കാം. എന്ത് തന്നെയായാലും അവരുടെ മരിച്ചിട്ടുള്ളതായ ആ ആത്മാവിന്റെ ആ സാന്നിധ്യം ആ അപകടം പറ്റിയത് അല്ലെങ്കിൽ മരിച്ച സ്ഥലത്തുണ്ടായിരിക്കും. പിന്നെ അതിനൊക്കെ ആവാഹിച്ചു മാറ്റി വൃക്ഷമാണെങ്കിലും മുറിച്ചു കളഞ്ഞ് എങ്കിലും അവിടൊക്കെ ചുറ്റും പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക്, നടുകൊണ്ടപാതിരയ്ക്ക്, മൂവന്തി നേരത്തൊക്കെ വരുന്ന വഴിക്ക് അപ്പൊ ഇവർക്ക് റിലീസാവേണ്ട ഒരു സമയം ആയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇവരവിടേക്ക് കൂട്ടിമുട്ടുക ചെയ്യുക. അപ്പൊ പെട്ടെന്ന് വല്ല നായ കുറയ്ക്കുന്നതായിട്ടോ എന്തെങ്കിലും വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ വിളിക്ക് കേൾക്കുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അവിചാരിതമായിട്ട് തന്നെ കേൾക്കുന്ന സമയത്തായിരിക്കും ഈ വരുന്നതായ വ്യക്തി പെട്ടെന്ന് പേടിക്കുക. ആ പേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പൊന്നും തോന്നില്ല, പക്ഷെ കുറെ കഴിയും തോറും അദ്ദേഹം വേറൊരു ആളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അറിയാം, അല്ലെങ്കിൽ കൂട്ടുകാർക്കോ. ഇയാൾ അങ്ങനല്ലല്ലോ, ഇന്നലെ എത്ര മണിക്ക് ശേഷമാണ് ഇതിൻ്റെ മാറ്റം വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അടുത്തറിയുന്ന ആളുകൾ ആരാണെങ്കിൽ അവർക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരു വാടക വീട്ടിലേക്ക് പോവാണ്, വാടക വീട്ടുകാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ മരണം കഴിഞ്ഞിട്ടുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, അത് യാതൊരു തർക്കവുമില്ല. അപ്പൊ വീട്ടുകാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ അവിടെ നിന്ന് മാറേണ്ട കാര്യങ്ങൾ നോക്കുക. ഇതിന് നല്ല രീതിയിൽ ഇതിന്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് ഇതിന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കുക എന്നുള്ള സംഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനൊന്നും അവർ തുനിയില്ല, ചിലർക്ക് വിട്ടിറങ്ങി ഓടും. എന്നാലോ ഈ വീട് പൊളിച്ചു കളയില്ല, ഇത് അവർ വാടകയ്ക്ക് വയ്ക്കും. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ വീട് കൊടുക്കും, നല്ല വാടകയ്ക്കും ആയിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ഒരു 10 രൂപ കുറഞ്ഞാലും വേണ്ടില്ല, അത് വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ വീട് എന്നുള്ളതിൽ നമുക്ക് കൊടുക്കുക. പക്ഷേ ഇദ്ദേഹം ഏത് റൂമിലാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് വെച്ചെങ്കിൽ അവിടെ ചിലപ്പോൾ വരുന്നവർക്ക് ഇതൊന്നും അറിയില്ല, അവർ കൃത്യമായിട്ട് ഉപദ്രവം ഉണ്ടായിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. അതൊരു 12-1 മണി സമയത്തൊക്കെ ആവും ചിലപ്പോൾ വാതിലുമ തട്ടല് അല്ലെങ്കിൽ വിളിക്കല് അല്ലെങ്കിൽ പ്രത്യേക സൗണ്ടുകൾ, അതേപോലെ വെള്ളം തുറന്നു വിടുക. ഇന്നാള് നോക്കാനായിട്ട് വന്നപ്പോൾ ആരോ പറഞ്ഞു, ഇങ്ങനെ കേൾക്കുന്നവർ വിഷമം വിചാരിക്കരുത്, നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയണത്. പെട്ടെന്ന് അവിടുത്തെ TV ഓണാവുക, അത് ഉച്ചസ്ഥായിലെത്തുക, ഭയങ്കര സൗണ്ടിൽ, പക്ഷെ ആരും വെച്ചിട്ടില്ല, അതങ്ങനെ സൗണ്ട് കയറി പോവുക, അത് നിർത്തി പോന്നിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ആരൊക്കെ അകത്ത് ഓടുന്ന പോലെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഭയം ഉണ്ടാക്കുക. ചിലർ പെട്ടെന്ന് പേടിക്കും. ആ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ഇതിന്റെ കാര്യം അത്രയ്ക്കേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അവന്റെ പിന്നാലെ കൂടും. അത് പെട്ടെന്ന് വലിയതൊന്നും വേണ്ട, പെട്ടെന്നൊരു ചെറിയൊരു ആന്തലുണ്ടായാൽ മതി, പിന്നെ അവനെ അന്വേഷിച്ചിട്ടൊക്കെ ഈ സംഗതി വരിക. അങ്ങനെ ആയിട്ട് ആ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാവായിട്ട് ദേഹം തീരും ചില സമയങ്ങളിലൊക്കെ. കാരണം ആ തരത്തിൽ അവർ രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരിക്കും. മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ വെറും കിടപ്പ്, കുളിക്കില്ല, പല്ല് തേക്കില്ല, ആലോചിച്ച് കിടക്കുക. അങ്ങനെ ആയിട്ട് ആളുടെ ആ വരവനെ കാണിച്ച് നിൽക്കും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി. ഇവിടെയും അതേപോലെ വിപരീത ലിംഗത്തിൽ പെട്ടിട്ടുള്ളവർ അവർ അതിനെ ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും അവിടെ കാത്തു കിടക്കും. അതിൻ്റെ ഇടയിൽ ഇതിനെ എന്തിനും തടസ്സപ്പെടുത്തുന്ന നോക്കിക്കഴിഞ്ഞാലോ കാച്ചു കളയവർ. അങ്ങനത്തെയാണ്. കാരണം ആ വരുന്ന ആളിനെ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ കൂടുതലായിട്ട് ഈ ബന്ധങ്ങളൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ
അവരിൽ നിന്ന് ഒഴിച്ചു മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യങ്ങളായിരിക്കും. കാരണം അത്രയധികം അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പിരിഞ്ഞു പോകാനായിട്ട് അവർക്ക് കഴിയില്ല. അപ്പോൾ ഇത്തരം ദോഷങ്ങൾ അപ്പോൾ അവരെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർ പറയില്ല ഇങ്ങനെ മുന്നേ സംഭവം കഴിഞ്ഞിട്ടാ അവനൊന്ന് ശ്രദ്ധിച്ചോളോ എന്നുള്ളത് അവരും പറയില്ല. അപ്പോൾ അവർ സാധനം വാടകയ്ക്ക് കൊടുത്തു. വീട്ടുകാർക്ക് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, എന്തൊക്കെയോ ഒരു വശപ്പശക് അവർക്കറിയും. ഇതേപോലെ തന്നെ നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു പാർട്ടി പറയാണ് അവരുടെ വീട്ടിൽ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വളരെയധികം അംഗീകരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ചിലരൊന്നും ഇതില്ല എന്നൊക്കെ ഇട്ട് പറയും. അപ്പം അനുഭവിക്കുന്നവരുടെ അനുഭവമാണ് നമ്മുടെ പാഠം, എൻ്റെയും പാഠം, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അപ്പം ഇവർ പറയാണ് ഇങ്ങനെ വാടകയോടെ അന്വേഷിച്ച് വന്ന സമയത്ത് ആ വാടക വീട്ടിൽ കയറിയപ്പോൾ അവരുടെ മകള് പറഞ്ഞിട്ട് ഇവിടെ എന്തൊരു സുഖമില്ല ഇവിടെ, എനിക്ക് എന്തൊരു വല്ലായിക, ഒരു വിമിഷ്ടടിക്കുക, അല്ലെങ്കിൽ ശ്വാസത്തിന് തടസ്സം, അത് നിന്നെ തോന്നലോ. കാരണം വാടക ഇവിടെ അന്വേഷിച്ച് കിട്ടാതെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്, അതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി കിടക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയോ ഒരു പറയാൻ പറ്റാത്ത വിമിഷ്ടമാണ്. അല്ലെങ്കിൽ ആരോ ഇതിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ആരോ വിളിക്കുന്നുണ്ട്, ആരോ നിൽക്കുന്നുണ്ട്, തലവേദനയുണ്ട്, വയറുവേദനയുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ ഭയങ്കര ഭാരമുണ്ട്. അവർ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഇട്ടിട്ട് പറഞ്ഞു ഇന്നും ഇവിടെ നമുക്ക് വേണ്ട, നമുക്ക് പോവാം, എനിക്ക് എന്തോടെ പേടിയാവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അത് 2-3 വീടൊക്കെ മാറിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇനി ഇവിടുന്ന് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാൽ ഇവരെ സാമ്പത്തികത്തിനൊത്ത വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഒറ്റ വീടാത്. അങ്ങനെ പറഞ്ഞ് അതിനെ സമാനിപ്പിച്ച് മോളുടെ ആ വിഷമത്തിന് മോള് സാരില്ല മോളൊക്കെ പറഞ്ഞ് അപ്പോൾ മോൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത തരത്തിലായി. മോൾ ഭയങ്കര ദേഷ്യം, എന്ത് പറഞ്ഞാലും ദേഷ്യം, പുറത്തേക്ക് ഇറങ്ങണില്ല, ജോലിക്ക് പോകണില്ല, അമ്മയും മോളും തമ്മിൽ എന്നും വഴക്കാണ്. അപ്പം അതങ്ങനെ ഒരു മാറാ രോഗി പോലെ വരുന്നത്, അല്ലെങ്കിൽ പിശാശായിട്ട് മാറുക. ഇത്തരക്കാർ ഇവര് വീട്ടുകാർ വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ ആ ബോധ മനസ്സിലോ മറ്റവർക്ക് തോന്നും ഇവരെല്ലാവരും എന്നെ വളരെയധികം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മറ്റുള്ളവർക്ക് ബാധ്യതയാണ് എന്ന് തോന്നില്ല. ഇവരെ വീട്ടുകാരെ കാട്ടിയും ഇഷ്ടമാണ് വരണ ആള്, അല്ലെങ്കിൽ ആളുടെ സാമീപ്യം വളരെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്തിനു പറയണമെന്ന് പറഞ്ഞാൽ ഇവർ സ്വയം മരണത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാവും. അത് കയറായിട്ടോ വെള്ളമായിട്ടോ മറ്റെന്തോ ആയിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ, വഴക്കുകൾ ആ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ മരണപ്പെട്ടു പോകുമ്പോൾ എന്തുണ്ടായിരിക്കും, ഈ ആത്മാവ് മറ്റാത്മാവുമായിട്ട് രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. മിക്കവാറും ഇതേപോലെ തന്നെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാതും പറയുന്നില്ല കേട്ടോ, മിക്കവാറും മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും എവിടുന്നില്ല അവരൊപ്പം സാധനം കൂടി ഉണ്ടായിരിക്കും. അത് കുറേ കഴിയുമ്പോഴാണ് ആ അദ്ദേഹമായിട്ട് ഒരു പ്രേമം, ഒരു സ്ത്രീയോ പുരുഷനോ കണ്ടു, ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നോക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കണ്ടു, ആ കാണാനായിട്ട് എവിടെയെങ്കിലും വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്പർ മേടിക്കും, ചിലപ്പോൾ സംസാരിക്കും, ആ സംസാരം പിന്നെ അടുപ്പാവും, ആ അടുപ്പം വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥയാവും, അത് ചില ബന്ധത്തിലേക്കാവും, അല്ലെങ്കിൽ വിവാഹത്തിലേക്കാവും കലാശിക്കുക. ഇതേപോലെ തന്നെ ഈ സംഭവങ്ങളും. അപ്പോൾ അവർക്ക് ഇതില്ലാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അതില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ പറ്റില്ലെങ്കിൽ മരിച്ചിട്ട് നമുക്ക് ഒന്നാവാം എന്ന് പറയുന്ന പോലെ ജീവനോടെ പറ്റിയിരിക്കും മരണത്തിലേക്ക് പോയിട്ട് അവരൊന്നായിരിക്കും. അവരും ഇതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ വീണ്ടും ആ പരിസരത്തോ മറ്റോ വീണ്ടും ആളുകൾ, കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം തന്നെ അവർക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവരിൽ കൂടി മറ്റുള്ളവരെ രക്തം കുടിച്ചിട്ടും അങ്ങനെ അവരിൽ കൂടിയാണ് ജീവിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ആ വീട്ടുകാരൊക്കെ ഇതിനെ കണ്ടറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകനെന്താ പറ്റി, എൻ്റെ മകൾക്ക് എന്താ പറ്റി, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, കാൽപ്പെരുമാറ്റമുണ്ട്, ആരും വിളിക്കുന്ന മാതിരി ഇരിക്കുന്ന മാതിരി, നായ്ക്കളാണെങ്കിൽ ഓളിയിടുക, അപ്പോൾ അത് എന്തൊക്കെയോ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ വീട്ടിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനെ കൃത്യമായിട്ട് നോക്കി അറിയുമ്പോൾ അവിടെയുള്ള ദുരിതങ്ങൾ എന്താണെന്നുള്ള പ്രശ്നത്തിൽ കൂടി അവർക്കറിയാം. ആ പ്രശ്നം വയ്ക്കുന്ന ഗുരുനാഥൻ കൃത്യമായിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ ഇന്നമാതിരിയുള്ളതായ പ്രേതദോഷങ്ങളുണ്ട്, അത് ഇന്നമാതിരി മരണപ്പെട്ടു പോയിട്ടുള്ളതാ, അത് ചിലതിന് വീടിൻ്റെ റൂമിലാണ് അതിൻ്റെ സ്ഥാനമുള്ളത്, അവിടെ നമുക്ക് കിടക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റുള്ളതായ ദുരിതങ്ങൾ, പ്രേത ദുരിതങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്,
അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ചിലവര് പറയാ എവിടെയെങ്കിലും വഴിപാട് കൊടുത്തോളൂ, ശിവന്റെ അവിടെ മൃത്യുഞ്ജി പുഷ്പാഞ്ജലി ചെയ്തോളൂ, തട്ടകത്തമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്തോളൂ, എങ്ങനെ പറഞ്ഞിട്ട് വിടും. അവര് അതൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും അതിന് പരിഹാരമാവില്ല. അതിന് പരിഹാരമാവണമെങ്കിൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് ഒരു ചാർത്തുണ്ടാക്കി അതിനെ ഏത് തരത്തില് നമുക്ക് ബന്ധിക്കാം എന്നുള്ളതായ തീരുമാനം അതും കൂടി അറിയാം. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അപ്പം ഇത് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനോ നെയ്വിളക്ക്, മാല, പായസം ഇത്യാദികൾ കഴിക്കുക. ശിവന്, തട്ടകത്ത് ശിവന് പിൻവിളക്ക് ധാര പുഷ്പാഞ്ജലി, രക്ഷസിന് അവിടെ തന്നെ രക്ഷസിന് പൽപ്പം വിട്ട് പായസം കഴിക്കാനായിട്ടുള്ള വക കൊടുക്കുക. തട്ടകത്തമ്മയ്ക്കും കഴിയാവുന്ന വഴിപാട് അല്ലെങ്കിൽ ഈ വിളക്കുമാലോ പായസമൊക്കെ ചെയ്തതിന് ശേഷം വേണം കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിലേക്ക് ഇവരെന്നെ മറ്റുള്ള പ്രതിമകളിലേക്ക് ഏതാ ഉപാധി വെച്ചാൽ അതിൽ സ്ത്രീ പുരുഷ പ്രതിമ തന്നെ അതിലേക്ക് പ്രേതദോഷങ്ങളെ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയതിന് ശേഷം അതിന് വേണ്ടുന്ന മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ക്ഷേത്രപിണ്ഡം, തിലഹോമം, സായുജ്യം ഇത്യാദികൾ ചെയ്ത് ആ പ്രേതാത്മാവിൻ്റെ ദുരിതങ്ങൾക്ക് ശാന്തി കൊടുത്ത് പ്രേതമോക്ഷം കൊടുത്ത് പ്രത്യേകിച്ച് മഹാവിഷ്ണുവിലേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് നമ്മൾ ആനയിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അപ്പോഴാണ് നമ്മൾ മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ വ്യക്തി തന്നെ ശത്രുദോഷങ്ങളോ കർമ്മബന്ധം മറ്റേ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇദ്ദേഹത്തിന് കർമ്മം ചെയ്താലും ചിലപ്പോൾ ഈ ശത്രുദോഷങ്ങൾ പിടിമുറുക്കി കാരണം ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. വീണ്ടും പോയി എന്നുള്ളതിൽ കാണിക്കും, പ്രശ്നത്തിൽ കാണിക്കും. ഒഴിവ് നോക്കുമ്പോൾ പോയി കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ വരും. അത് വീണ്ടും ആ വീടിനും വീട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുക, രോഗങ്ങളും അസുഖങ്ങളും പട്ടിണിയിലും സാമ്പത്തിക നഷ്ടങ്ങളും തലവേദന, അതേപോലെ തന്നെ പറയുക വയറുവേദന, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയ്യും കാലൊക്കെ തട്ടി രക്തം പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പല വിധത്തിലുള്ളതായ ദുരിതങ്ങളും നാശങ്ങളും ഉണ്ടാക്കും അവിടെ. അപ്പം ഇത്തരം ആളുകൾ അവരുടെ വീട്ടിൽ വീട്ടമ്പലം ഉണ്ട് വെച്ചെങ്കിൽ ഇവരുടെ സാന്നിധ്യം, ഈ വീട്ടിലേക്ക് സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ശക്തിനെ വരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും, അതിനെ വരെ ഇല്ലാതാക്കും. പ്രേതശുദ്ധി, പ്രേതബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദുരിതം ഉണ്ടാവുക. അപ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രേത ദുരിതങ്ങളെ തീർത്ത് പ്രതിമേരിക്ക് ആവാഹിച്ച് അതിനെ ഗതിവരുത്തി അവരുടെ ധർമ്മദൈവാദികൾക്ക് കൃത്യമായിട്ടുള്ളതായ ദുരിതം തീർത്ത് അതിനെ കർമ്മപ്രീതി വരുത്തി കഴിഞ്ഞാൽ അവരുടെ ചൈതന്യം കൊണ്ട് അവരുടെ ശക്തി കൊണ്ട് തന്നെ ഈ വ്യക്തിക്കോ കുടുംബത്തിനോ ദുരിതങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് കഴിയും. അപ്പം ഇതുപോലെ ആ വ്യക്തി കാണിക്കുന്ന പോലെ കാണിച്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം അവർ ഒരു ചൂള കമ്പനി നടത്തുന്ന ചൂളക്കട്ട കയറ്റാൻ പോയിട്ടുള്ളതാണ് ഒരു ചേട്ടൻ. അപ്പോൾ അദ്ദേഹം ഈ ചൂളക്കട്ടൊക്കെ കയറ്റിയിട്ട് അതിലത്തെ മണ്ണ് കോരിടുക, വെന്ത മണ്ണ് അവർക്ക് ആവശ്യമില്ലായിരുന്നു. അത് കൈക്കോട്ടുകൊണ്ട് കൊത്തി 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 വന്ന് നോക്കുമ്പോൾ ഒരു കുടത്തമ്മേ ഇദ്ദേഹം അടിച്ചു കൈക്കോട്ടുകൊണ്ട് കൊത്തി. അപ്പം തന്നെ കുടം തകർന്നു. ആ കുടം തകർന്ന് അതിൽ കുറേ പൊടിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് മൂത്തിയൊക്കെ ഇദ്ദേഹം വേഗം ചെന്നിട്ട് തൊട്ടടുത്ത കുളത്തിൽ നിന്നിട്ട് മുഖം കഴുകി പോകുന്നു. അതങ്ങനെ നിൽക്കണു. രാത്രി 1 മണിയായിപ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്ന വീട്ടിൽ 1 മണിയായിപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഇയാൾ പൈപ്പിൻ്റെ അടിക്ക് കൂടെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പൈപ്പിൻ്റെ അവിടെ ഭയങ്കര വേദന ഓടിയിടുക. ഇയാൾ പൈപ്പിൽ വന്നിട്ട് വെള്ളമടിച്ച് കണ്ണ് കഴുകി. എന്നിട്ട് പിന്നെ ഇയാൾ മക്കളെ കാണണം അങ്ങനെയുള്ള കുറച്ചില പറയണത്. അപ്പം ഇതെന്താണെന്ന് ഇയാൾ ഒരിക്കലും അതിനെ കാണിക്കാത്ത ഒരാളാണ്. രാത്രി കിടന്നു കഴിഞ്ഞ് നേരം വെളുത്തിട്ട് എനിക്കുള്ളൂ, വൈകിട്ട് കിടന്നാലേ. പക്ഷെ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കണ്ണിൽ വെള്ളമൊഴിക്കുക. അങ്ങനെ ഇയാളുടെ പരാക്രമം കാരണം അദ്ദേഹത്തിന് ആൾ പിടിച്ചു, കൈയും കാലൊക്കെ കെട്ടിയിരുന്ന പോലെ അവിടെ നിർത്തി. പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ഇതേപോലെ തന്നെ പണിക്ക് പോകണില്ല. വീണ്ടും ഇദ്ദേഹം ഭാര്യനെ ചോദിക്കുന്നു, മക്കളെ ചോദിക്കുന്നു, എല്ലാവരും എടുത്തുണ്ടെങ്കിലും ഇതന്നെ കണ്ണിൽ വെള്ളമടിക്കുന്നു. അപ്പം ഇതെന്താണ് ഇങ്ങനെ പന്തിയല്ലാത്ത തരത്തിൽ ഇദ്ദേഹം കാണിക്കുന്നത്? ഇന്നലെ തൊട്ട് ഇങ്ങനെ ആൾ ഉറങ്ങിയിട്ടില്ല, എന്തൊക്കെ വിഷമങ്ങളുണ്ട് നോക്കുമ്പോൾ അടക്കം വെച്ചിരുന്നതായ ചില പ്രേത സാന്നിധ്യങ്ങൾ അതിനെയാണ് തച്ചുടച്ചത്. ആ കുടത്തുമ്മേ അത് അടക്കം വെച്ചിട്ടുണ്ട്, അതിൻ്റെ കുഴിച്ചിട്ടതാണ്. ഈ ചൂള കയറ്റുന്നവർ അത് എവിടെയാണ് ഈ ഭാഗം എന്നറിയാതെ അവിടെ ചൂള വെച്ചു.
ഞാൻ തട്ടി മണ്ണൊക്കെ കോരി വരുന്ന സമയത്താണ് അത് പൊട്ടുന്നത്. അങ്ങനെ എന്തായാലും ഇതിന് കർമ്മം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതിൽ കർമ്മം ചെയ്യാനായിട്ട് പത്മങ്ങളൊക്കെ ഇട്ട് അദ്ദേഹത്തിന് ഇരുത്തി. അങ്ങനെ അദ്ദേഹം വളരെയധികം വയലൻ്റായി. നീ എന്നെ പിടിക്കാനാണ് വന്നിട്ടുള്ളത്, നിന്നെ ഒരു വലിയൊരു നിന്നേക്കാളും വലിയൊരു വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. 100 ആളുകൾ ഇതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്, പിടുത്തം കൊടുത്തിട്ടില്ല. എന്നിട്ട് ആണ് എങ്ങനെയോ അതിനടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് ചാടിയിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് എന്നിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിക്കുന്ന സമയത്താണ് ഇദ്ദേഹം കഥ പറയണത്. അപ്പൊ ഇദ്ദേഹം പറയണ്, എനിക്ക് കുറച്ച് ബ്രാൻഡി വേണമെന്ന് പറഞ്ഞു. ബ്രാൻഡി വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ്, ഇത് കഴിഞ്ഞാൽ അദ്ദേഹം അതിലേക്ക് വരും. അതായത് നമ്മൾ കർമ്മം ചെയ്തിട്ട് ആവാഹിക്കുന്ന ഒരു സമയമാവണല്ലോ. അങ്ങനെ മദ്യം കൊടുത്തപ്പോൾ ചോദിച്ചു, നീ ആരാ, എന്തിനാ നീ മദ്യം കഴിക്കുന്നത്, എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറയും, ഞാനൊരു വെളിച്ചപ്പാടാ. അദ്ദേഹം കൊണ്ട് കഥ പറയാ, ഞാനൊരു വെളിച്ചപ്പാടാ, അത് കരിങ്കുട്ടീനെ തുള്ളുന്ന ഒരാളാ. ഞാൻ ചൂള വെച്ചു. ചൂള വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ പണിക്ക് ചെന്നിട്ട് അത് 1-2 ലോഡൊക്കെ കയറ്റിപ്പോയി. ചൂള ഫുള്ളായിട്ട് വെച്ചു, അത് വെന്തു, അത്യാവശ്യം പണിക്കൂലി കൊടുക്കാനുണ്ട്. അപ്പം അത് പണിക്കൂലി തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1-2 ലോഡ് കയറ്റി കൊടുത്തു. ഇനിയാണ് പൈസ മേടിച്ചിട്ട് അദ്ദേഹത്തിനെ പോയിട്ട്, അന്ന് എന്തോ ഒരു വിഷു എന്താണ്, മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം, പടക്കം മേടിക്കണം, അത് ചെയ്യണം. അങ്ങനെ ഇരിക്കലാണ് അദ്ദേഹം അവരായിട്ട് തർക്കണ്ടാവണം. അദ്ദേഹം സത്യത്തിൽ പൈസ കൊടുക്കാനുള്ള ഉദ്ദേശമില്ല, എന്തെങ്കിലും വഴക്കുണ്ടായിട്ട് ഇയാളെ തിരിച്ചു വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മേടിച്ചിട്ടില്ല, ഇന്നമാതിരി പറ്റുന്നുണ്ട്, അത് ഇത്രയാണ് മേടിച്ചിട്ടുള്ളൂ, ഇനി ഇത്ര പൈസ ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ എന്തിനു പറയണോ, തർക്കമായി, ഭയങ്കര വഴക്കായി, ഇവനെ വിടില്ല എന്നുള്ളതിലായി. കാരണം അവൻ്റെ പല കാര്യങ്ങളും വഴക്കായപ്പോൾ ഇദ്ദേഹം വിളിച്ച് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ കിടന്നിരുന്ന ചാരം, അത് വെണ്ണീറും മണ്ണൊക്കെ കൂടിയിട്ടുള്ള എടുത്തിട്ട് പിന്നെ കണ്ണിലേക്ക് എറിഞ്ഞ പക്ഷെ അവൻ കണ്ണ് നീറ്റം കൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ഈ കുളത്തിൽ തന്നെ പോയിട്ട് മുഖം കഴുകി. ഇതേപോലെ തന്നെ മുഖം കഴുകി നിൽക്കുമ്പോഴേക്കും അവൻ ഇവിടെ വന്നിട്ട് ആ വെള്ളത്തിലേക്ക് ചവിട്ടി എന്തൊക്കെ ചെയ്തു, അവിടെ കിടന്ന് മരിച്ചിട്ടുള്ളതാണ് അയാൾ. അപ്പം ഇദ്ദേഹം ഒരു സ്വാമി ആടുന്ന ഒരാളായ കാരണം, വെളിച്ചപ്പാടായ കാരണം, അത് ഈ ദുർമരണം കൂടിയായ കാരണം അവൻ്റെ ശക്തി വളരെയധികമായിരുന്നു. അവൻ ആ വീട്ടുകാരനെ മൊത്തം നശിപ്പിച്ചു, ആ പരിസരം നശിപ്പിച്ചു. അങ്ങനെ നാശങ്ങളായിട്ട് കണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പല ആളുകളും കർമ്മം ചെയ്തിട്ട് കിട്ടാത്തത്. ഏതോ ഒരു വലിയൊരു മാന്ത്രികം വന്നിട്ട് അടക്കം ചെയ്തിട്ട്, ചുടുകാടാണത്, അവിടെ കുഴിച്ചിട്ടു, ശവങ്ങളൊക്കെ മറവ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇത് ചൂളപ്പണി കാര്യം എന്ത് ചെയ്യുന്നു പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല, അവിടെ വന്നിട്ട് ചൂള വെച്ചു, കൃത്യമായിട്ട് പണി കിട്ടി. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ മക്കളെ എനിക്ക് കാണണം, അവർക്ക് ഡ്രസ്സ് എടുക്കണം, നാളെ വിഷുവാണ്. അപ്പോൾ അതിൻ്റെ പോവാൻ നിന്ന സമയത്താണ് ഇദ്ദേഹം കണ്ണിലേക്ക് മണ്ണിടുന്നതും. അപ്പം ഈ ഇതിട്ട പശു അതേപോലെ തന്നെ ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള കണ്ണിലേക്ക് പൊടിയായി. രാത്രി 1 മണി സമയത്ത് വേണ്ടിയിട്ട് ഇയാൾ കണ്ണു കൂത്തിട്ട് പോണത്. അവൻ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വന്നേ. അപ്പം പിന്നീട് സംസാരിക്കുന്ന അവനെ, അപ്പം വീട്ടുകാർക്ക് ഇതെന്താന്ന് മനസ്സിലാവില്ല. പിന്നെ ഇപ്പം എന്നിട്ട് ഭ്രാന്ത് പറഞ്ഞ് ഉറങ്ങാണ്ട് കിടന്നിട്ട് കാട്ടണം എന്ന് പറയും. അവൻ മറ്റാളായിട്ടാണ് തീരുന്നത്. എന്നിട്ടാണ് കർമ്മം ചെയ്യുമ്പോൾ പറയാം, എനിക്ക് കുറച്ച് ബ്രാൻഡി വേണം. അപ്പം അദ്ദേഹത്തിന് ബ്രാൻഡി കൊടുത്തു. അപ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, അത് കഴിച്ചാൽ നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് വിട്ടുപോരണമെന്ന്. അവർ പറഞ്ഞു, ഞാൻ എപ്പോഴും വരാൻ തയ്യാറാണ്, കാരണം ഒരുപാട് കാലമായിട്ട് എല്ലാവരും ഉപദ്രവിച്ച് നടക്കുന്നത്, ഇദ്ദേഹത്തിനെ പിടിക്കാൻ ഒരാളെ കൊണ്ട് കഴിയണില്ല. അപ്പം ഇവൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പിടുത്തം തരാനായിട്ട് മുൻപാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത്, ഇത്ര കഥകൾ. അപ്പം അത് അന്ന് ഈ പൈസ തന്നിരുന്നു വെച്ചാൽ എൻ്റെ മക്കൾ എന്നെ കാത്തിരിക്കുക, ആ മക്കൾ കാത്തിരിക്കുന്ന ആ ഒരു ഭാവമാണ് ഇപ്പോഴും ആൾക്ക്. അപ്പം ഇയാൾ എണീറ്റിട്ടും പറയണം, കണ്ണ് കഴുകിയിട്ട് പറയണം, എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, ആ വോയിസാണ് വരുന്നത്. അപ്പം എങ്കിലും കർമ്മങ്ങൾ ചെയ്തു, അതിനെ ആവാഹിച്ചു മാറ്റി. അദ്ദേഹത്തിന് വളരെ നന്നായി. അപ്പം ഈ പറഞ്ഞു വന്ന ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെയധികം മരണതുല്യമായിട്ടുള്ളതായ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ചില വീടുകളിൽ ഇത് മരണപ്പെട്ടു പോയിട്ടുള്ള അവിടെ താമസില്ല വെച്ചെങ്കിൽ ചിലവരൊക്കെ കാണാൻ ആരൊക്കെ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചുണ്ട് അടിച്ചു കോരണത്,
അല്ലെങ്കിൽ ചിരിക്കുന്നത്, കരയണത്, അല്ലെങ്കിൽ വിളിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾ ഇവിടെ ആളുണ്ടോ ആളില്ലെന്ന് അവർക്കറിയില്ല. അപ്പോൾ ആ വീടിൻ്റെ പടിക്കൽ വന്നിട്ട് പഴയ ആളുകളുണ്ടായിരുന്നു അവരുടെ പേരൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിയത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയല്ല. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളതായ വ്യക്തികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർ കൃത്യമായിട്ട് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കിയറിഞ്ഞ് അതിനെ വഴിപാടുകളിൽ ഒതുക്കാതെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് അവർ രക്ഷപ്പെടുത്താൻ നോക്കുക. ഒപ്പം അവരുടെ കുലദൈവം ധർമ്മദൈവങ്ങളുടേതായ ശക്തി ചൈതന്യം തകർന്നിട്ടുണ്ടാകും, അവരും ബാധിക്കും. അതൊന്നും മാറ്റിയതിന് ശേഷം അവർക്ക് കർമ്മങ്ങൾ ചെയ്യുക. മധ്യമത്തിൽ കർമ്മം ചെയ്യണവരാണെങ്കിൽ മധ്യമത്തിൽ കർമ്മം ചെയ്ത് കോഴിയറുത്ത് അവ ശക്തി വർദ്ധിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കർമ്മം ചെയ്തിട്ടിട്ടാണ്, വെറുതെ കോഴിയറുത്തിട്ടല്ല, കർമ്മം ചെയ്തിട്ട് 16 64 ഭദ്രകാളിക്കും മറ്റുള്ളവർക്ക് കർമ്മങ്ങൾ ഇട്ടിട്ട് കോഴീനെ കെട്ടി കർമ്മം കൊടുക്കുക. ഈ വ്യക്തിക്കാണെങ്കിൽ നല്ല ഏലസം ചെയ്യാം. ആ പ്രതിമകളിലേക്ക് ആവാഹിച്ച പ്രേതാത്മാക്കളിനെ തിരുനാവായിലോ പഞ്ചവടിയിലോ കർമ്മം ചെയ്ത് അവരുടെ ആത്മാവിന് മോക്ഷം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.